പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആന്ത്രയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പൗരുഷൻ, ധീരത എന്നൊക്കെയാണ്. ആന്ത്രയോസിനോടും സഹോദരനായ ശെമിയോൻ ഗലീല തടാകത്തിന്റെ തീരത്തുള്ള ബെത്സദേക്കാരനായിരുന്നു. അപ്പസ്തോലനായ പീലിപ്പോസും ഇതേ ദേശക്കാരൻ തന്നെയായിരുന്നു. സുവിശേഷത്തിൽ പലപ്പോഴും പീലിപ്പോസിനോടൊപ്പമാണ് ആന്ത്രയോസിനെ പരാമർശിക്കുന്നത്. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ആന്ത്രയോസ് സ്നാപകയോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ടായത് ആന്ത്രയോസിനായിരുന്നു. ആന്ത്രയോസും യോഹന്നാനും കൂടെയായിരുന്നു ആദ്യം യേശുവിന്റെ അടുക്കിലേക്ക് പോയത്. സ്നാപകൻ പറഞ്ഞു, നീ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഞങ്ങൾക്ക് അവന്റെ കൂടെ വസിക്കണം. എന്നിട്ടോ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നിട്ടും യേശുവിനെ കുറിച്ച് ഇത് കേട്ടപ്പോ യേശുവിന്റെ പിന്നാലെ പോയി. ആരോട് ചോദിച്ചില്ല. പൗലോസ് ഒരിക്കൽ അങ്ങനെയായിരുന്നു. പൗലോസ് യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോ മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കാതെ പൗലോസ് കടന്നു പോകാൻ ഇടവന്നെങ്കിൽ, യേശു ആരാണെന്ന് നിന്നോട് ആരെങ്കിലും ഇന്ന് വന്ന് പറയുന്നുണ്ടെങ്കിൽ നീ ആരോടും ആലോചന ചോദിക്കരുത്, യേശുവിന്റെ കൂടെ പൊക്കോണം. കാരണം നീ ധീരതയുള്ള അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള കർത്താവിനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. ആന്ത്രയോസ് അങ്ങനെയായിരുന്നു. ശിമിയോൻ യേശുവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുവാൻ തന്റെ ജീവിതം, തന്റെ പ്രവൃത്തികൾ, യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനായിരുന്നു ശിമിയോൻ. യേശുവിന്റെ അടുക്കലേക്ക് വന്നത് ആന്ത്രയോസ് ആണ് ആദ്യം വരാനിട വന്നത്. ഇവിടെ ശിമിയോൻ പത്രോസ് വന്ന് വരാനൊക്കെ ദൈവം വഴിയൊരുക്കുക ചെയ്തത്. അവന്റെ വള്ളത്തിൽ കയറി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, വലയിറക്ക. ഒരു മീനെ പോലും കിട്ടാത്തവൻ വലയിറക്കിയപ്പോൾ, യേശുവിന്റെ വാക്ക് കേട്ട് വലയിറക്കിയപ്പോ വല നിറഞ്ഞ് മീൻ കിട്ടിയെങ്കിൽ, ഇനി ഞാൻ മത്സ്യത്തെ പിടിക്കുന്നവനല്ല, യേശു പറഞ്ഞു, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ വല വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, വല വിട്ടേച്ചാണ് അവൻ പോയത്. അവൻ വിട്ടിട്ടാ പോകുന്നത് വല. വീണ്ടും യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ ആ വല വീണ്ടും അവൻ പോയി എടുത്തു. നമ്മൾ വിട്ടിട്ട് പോകുന്ന സംഭവം കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി എടുക്കും. നമ്മൾ ഉപേക്ഷിച്ച മദ്യം, നമ്മൾ ഉപേക്ഷിച്ച പുകവലി, നമ്മൾ ഉപേക്ഷിച്ച പാപം കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ചു വരും. എന്നാൽ നമ്മളിൽ നിന്ന് ദൈവമാണ് അത് എടുത്തു മാറ്റിയെങ്കിലോ നമുക്ക് തിരിച്ചു വന്നാൽ കിട്ടിയേല. നമ്മുടെ മദ്യപാനം ദൈവമാണ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയെങ്കിൽ നമുക്ക് മദ്യപിക്കാൻ പറ്റത്തില്ല. പുകവലി ദൈവമാണ് എടുത്തു മാറ്റിയെങ്കിൽ നമുക്ക് പുകവലിക്കാൻ പറ്റത്തില്ല. ഇവിടെ
ക്രിസ്തുയേശുവിന്റെ ശിഷ്യനായി ധീരതയോടെ പോകാനുള്ള വിളി കിട്ടിയെങ്കിൽ പാപത്തെ മുഴുവനും വിട്ടുപേക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ പോകുന്ന ഒരു ശിഷ്യനാകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. പകുതി ഞാൻ കർത്താവിന്റെ കൂടെയും പകുതി ലോകമോഹ പാപ വലയത്തിന്റെ കൂടെയും നിന്നിട്ട് ആളുകൾ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര വിശ്വാസിയും പ്രാർത്ഥിക്കുന്നവരും, ആള് കാണാത്തപ്പം നമ്മുടെ അകത്ത് പാപം. കർത്താവ് സമ്മതിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയല്ല. നമ്മൾ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ ഉപേക്ഷിച്ചത് എന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നു, എന്നാൽ നീ എടുത്തു മാറ്റിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഒരു നിമിഷം നമുക്ക് ഈ വിഷയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റിവെച്ചോ, എന്തെല്ലാം വേണ്ടെന്ന് വെച്ചോ, അതെല്ലാം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ അകത്ത് എല്ലാം എടുത്തു മാറ്റിയാൽ എൻ്റെ അകത്ത് ഒന്നും തിരിച്ചു വരില്ല. എൻ്റെ കർത്താവിന്റെ ആത്മാവ് എൻ്റെ അകത്ത് നിറച്ചു തരണം. എൻ്റെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.